ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പണിയ വിഭാഗം എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഇടതു വലതു മുന്നണികൾ തയ്യാറാകണം. UDFിലാണ് ഞങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയുള്ളത്. കാരണം UDF ഇപ്പോൾ ജാനുവിൻ്റെ ഒരു പാർട്ടിയെ മുന്നണിയിലേക്ക് എടുക്കാൻ ചെയ്തിരിക്കുന്നു. അത് സ്വാഗതാർഹമാണ്. അപ്പോഴും പണിയ വിഭാഗത്തിനുള്ള പരിഗണന എന്ന് പറയുന്നത്, മുഖ്യ പരിഗണന എന്നുള്ളത് വളരെ പ്രസക്തമാണ്. വയനാട് ജില്ലയിലെ ട്രൈബൽ പോപ്പുലേഷനിൽ പ്രത്യേകിച്ചും 3 മണ്ഡലങ്ങളിലും ചിതറിക്കിടക്കുന്നതാണ് എങ്കിലും വളരെ എണ്ണത്തിൽ കൂടുതലൊരു കമ്മ്യൂണിറ്റിയാണ് പണിയ കമ്മ്യൂണിറ്റി. പണിയ, അടിയ, കാട്ടുനായ്ക്ക, വേട്ടക്കുറമ തുടങ്ങിയവരെല്ലാം തന്നെ അതിപിന്നോക്കമാണ്. പക്ഷേ ഇതിലേറ്റവും എണ്ണത്തിൽ കൂടുതലൊരു കമ്മ്യൂണിറ്റി അത് സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായി കഴിഞ്ഞ 2-3 ദശകമായി വളരെ മുന്നിലാണ് എല്ലാ രംഗങ്ങളിലും. ഒട്ടേറെ ആക്ടിവിസ്റ്റുകൾ അതിനകത്തുണ്ട്. മണിക്കുട്ടൻ പണിയനെ പോലുള്ള MBAക്കാരുണ്ട്, ലീലാ സന്തോഷിനെ പോലുള്ള ചലച്ചിത്രകാരികളുണ്ട്, അതിനകത്ത് വിനു ഗഡ്ചനെ പോലുള്ള സംഗീതജ്ഞന്മാരുണ്ട്. അങ്ങനെ വളരെ സമ്പന്നമാണത്. കഴിഞ്ഞ മുത്തങ്ങ സമരം മുതലുള്ള ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എല്ലാ ഭൂസമരങ്ങളിലും വയനാടിനെ പരിവർത്തനപ്പെടുത്തുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റികളാണിവർ. പക്ഷെ ഇത്തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടായിട്ടും തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ എണ്ണത്തിൽ കുറവുള്ള ചില പ്രബല കമ്മ്യൂണിറ്റികൾക്ക് മാത്രം സീറ്റ് നൽകുന്ന പൊതുരീതിയാണ് കഴിഞ്ഞ 10-60 വർഷമായി വയനാട്ടിൽ തുറന്നത്. ഒരു മണ്ഡലം മാത്രമുണ്ടായിരുന്നപ്പോഴും അതാണ് സ്ഥിതി. 2 മണ്ഡലം ഉണ്ടായപ്പോഴും സ്ഥിതിക്ക് മാറ്റം വന്നിട്ടില്ല. ഈ ഞാൻ പറഞ്ഞ പണിയാടിയ വിഭാഗങ്ങളോടുള്ള ഒരു അവഗണന ഈ പറയുന്ന ജനപ്രാതിനിധ്യത്തിൽ മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളിലുമുണ്ട്. തൊഴിൽ നൽകുന്നതിൽ, ഈവൻ പ്രൊമോട്ടർ നിയമനത്തിൽ പോലും അതിനൊരു മാറ്റം വരണം. അവരുടെ ശബ്ദം നിയമസഭകളിലുണ്ടാകണം. അപ്പം മാത്രമാണ് അവരുടെ വിഷയങ്ങൾക്കൊരു പരിഹാരമുണ്ടാകൂ. അതിന് പറ്റിയ സ്ഥാനാർത്ഥികളുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ മണിക്കുട്ടൻ പണിയൻ്റെ പേര് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം അതിന് അർഹനാണ്, യോഗ്യനാണ്. UDF അതിനകത്ത് പ്രഥമ പരിഗണന കൊടുക്കുന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇനി മറ്റേതെങ്കിലും മുന്നണി അങ്ങനെ ഇടതുപക്ഷ മുന്നണി സ്വീകരിക്കുകയാണ് എങ്കിലും അത് നല്ല കാര്യം തന്നെ. എന്തായാലും LDF UDF പ്രസ്ഥാനങ്ങൾ ഒരു മതേതര പ്രസ്ഥാനമായാണ് ഞങ്ങൾ പരിഗണിക്കുന്നത്. അവരിൽ നിന്നാണ് ഈ മാറ്റം ഉണ്ടാകേണ്ടത്. NDA മുന്നണിയിൽ പോകുന്നതിനോട് ഞങ്ങൾക്ക് വ്യക്തിപരമായും രാഷ്ട്രീയമായും യോജിപ്പില്ല. അവർ പക്ഷേ അതിന് തയ്യാറായിരിക്കാം. പക്ഷെ അത് ഗുണഫലമല്ല ഈ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുക. തുടർഭരണം നല്ലതല്ല. ഇടതുപക്ഷ മുന്നണിയുടെ ക്ലെയിം ശരിയല്ല, അല്ലെങ്കിൽ അത് സാധ്യതയില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എല്ലാ മുന്നണികളോടും പറയും. അത് ജനാധിപത്യപരമായ സമീപനമാണല്ലോ. രാഷ്ട്രീയമായി തുടർഭരണം നല്ലതല്ല. LDF അത് അർഹിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമുള്ളത്. ആസ് ഫാർ ആസ് പട്ടിക അതിദുർബല വിഭാഗങ്ങളുടെ കാര്യത്തിൽ അവർ വലിയ കടുത്ത അവഗണനയാണ് ചെയ്തിരുന്നത്. മാനന്തവാടിയിൽ CK ജാനുവിനെ UDF സ്ഥാനാർത്ഥിയാക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ജാനു UDFിൻ്റെ ഭാഗമായത് നല്ലത് തന്നെ. പക്ഷെ ജാനുവിന് 2 മണ്ഡലമുണ്ട്. ഏതെങ്കിലും അവർക്ക് മണ്ഡലത്തിൽ കൊടുക്കാം. പ്രഥമ പരിഗണന പണിയ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാൾക്ക് തന്നെ കൊടുക്കണം. മണിക്കുട്ടൻ പണിയനെയാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്. അക്കാര്യത്തിൽ ഞങ്ങൾ UDF നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ചില മെസ്സേജുകൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് വൈസ് UDFിന് അനുകൂലമായിട്ട് നിൽക്കുമോ ഗോത്രമഹാസഭ? അങ്ങനെയാണോ രാഷ്ട്രീയത്തിൽ? അങ്ങനെയല്ല. ഞങ്ങളിപ്പം ഇരു മുന്നണികൾക്കും കൊടുക്കേണ്ട, അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ സ്ഥാനം പിടിക്കേണ്ട വളരെ കാർഡിനൽ അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊന്ന് പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് ലാപ്സാക്കാതിരിക്കാനും പാഴാക്കാതിരിക്കാനുള്ള ഒരു ആക്ട് വേണമെന്നുള്ളതാണ്. രണ്ടാമത് കുട്ടികളുടെ ഗ്രാൻറ്റിൻ്റെ വിഷയം കാലോചിതമാകേണ്ടതുണ്ട്, കാലാനുസൃതം അത് പരിഷ്കരിക്കേണ്ടതുണ്ട്. പിന്നെ ഭൂമിയുടെ വിഷയം. അപ്പോൾ ഇത്തരം വളരെ അടിസ്ഥാനപരമായ പാർട്ടികളുടെ മാനിഫെസ്റ്റോയിൽ, മുന്നണികളുടെ മാനിഫെസ്റ്റോയിൽ സ്ഥാനം പിടിക്കേണ്ടതായ ഒരു മിനിമം പ്രോഗ്രാം എല്ലാം നമുക്ക് പറയാനുള്ളൊന്നും മുന്നണിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. 2016 തെരഞ്ഞെടുപ്പ് അന്ന് ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോയിൽ ആദിവാസി ഗോത്രമഹാസഭ കൊടുത്ത പല വിഷയങ്ങളും ഇടം പിടിച്ചിരുന്നു. അതെല്ലാം തന്നെ UDF കമ്മിറ്റഡ് ആയിരുന്നു. ഇത് പെസ നിയമം അവർ നടപ്പാക്കാൻ തയ്യാറാണ്. ഭൂമിയുടെ വിഷയം, ബനാവാസിൻ്റെ അതുപോലെയുള്ള വിഷയങ്ങൾ അതിലിപ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്നതിൽ ഒരു തർക്ക വിഷയമായിട്ടുണ്ടാകാനിടയുള്ളത് എയ്ഡഡ് മേഖലയിലുള്ള നിയമനം മാത്രമാണ്. മറ്റെല്ലാം തന്നെ മുന്നണികൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു വിഷയം ഏത് മുന്നണിയാണോ കാര്യമായി ഏറ്റെടുക്കുന്നത് അവരോടായിരിക്കും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സമീപനം ഉണ്ടാകുക. അത് UDFിൽ നിന്നാണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷയുള്ളത്. അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട്. ഒരു ആലോചന ഈയിടെ കോട്ടയത്ത് വെച്ച് നടന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടേതായിട്ടുള്ള ഒരു അവകാശ പത്രിക രൂപപ്പെടുത്തിയെടുക്കാൻ
അത് തിരഞ്ഞെടുപ്പെന്നുള്ള മാത്രമല്ല, ഈ വരുന്ന അടുത്ത ഒരു 1.5 ദശകത്തിലേക്കുള്ള ഒരു ചാർട്ടർ ഉണ്ടാക്കിയെടുക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട്. ഒരു റൗണ്ട് നടന്നു. ഇനി 30-31 തീയതികളിൽ കൊച്ചിയിൽ വെച്ച് വീണ്ടും നടക്കുന്നുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണിയിൽ കൊടുക്കാൻ തന്നെയാണ്. അപ്പോൾ അതുകൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഇടം പിടിക്കും.